എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വായിച്ചുകൊണ്ടിരുന്നത് ബന്ധങ്ങൾക്കുള്ള രഹസ്യം എന്ന ചാപ്റ്ററായിരുന്നു. ഇന്ന് വായിക്കാൻ പോകുന്നത് അതിൻ്റെ അവസാന ഭാഗവും രത്നച്ചുരുക്കവും ആണ്. സ്നേഹം എന്ന വികാരം സൃഷ്ടിക്കാനുള്ള നിങ്ങളുടെ കഴിവിന് പരിധികളില്ല. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചവുമായി പരിപൂർണമായും സമന്വയത്തിലാകുന്നു. കഴിയുന്നത്ര എന്തിനേയും സ്നേഹിക്കുക. കഴിയുന്നത്ര എല്ലാവരെയും സ്നേഹിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്നേഹം അനുഭവിക്കുക. അപ്പോൾ സ്നേഹവും ആഹ്ലാദവും പതിന്മടങ്ങായി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാനാവും. നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള കൂടുതൽ കാര്യങ്ങളെ നിങ്ങൾക്ക് എത്തിച്ചു തരാതിരിക്കാൻ ആകർഷണ നിയമത്തിന് കഴിയില്ല. നിങ്ങൾ സ്നേഹം പ്രസരിപ്പിക്കുമ്പോൾ ആഹ്ലാദം നൽകുന്ന എല്ലാ വസ്തുക്കളെയും നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, എല്ലാ നല്ല വ്യക്തികളെയും നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നത് പോലെ കാണപ്പെടും. വാസ്തവത്തിൽ അതുതന്നെയാണ് സംഭവിക്കുന്നതും. ഇനി രത്നച്ചുരുക്കമാണ്. നിങ്ങൾ ഒരു ബന്ധം നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ചുറ്റുപാടുകളുമെല്ലാം നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് വിരുദ്ധമല്ല എന്ന് ഉറപ്പാക്കണം. നിങ്ങളെ ശ്രദ്ധിക്കുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ആദ്യം നിങ്ങൾ സ്വയം നിറവ് നേടിയില്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യാനായി ഒന്നുമുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുക. അപ്പോൾ നിങ്ങൾ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളെ ആകർഷിക്കും. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി സുഖകരമല്ലാത്ത വികാരം തോന്നുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന സ്നേഹത്തെ നിങ്ങൾ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് തുടർന്നും അസുഖകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിത്തരുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കുന്നു. നിങ്ങളിൽ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ആകർഷണ നിയമം നിങ്ങളിൽ ഇനിയും കുറേ നല്ല ഗുണങ്ങൾ കാണിച്ചു തരും. ബന്ധങ്ങൾ വിജയകരമാവണമെങ്കിൽ മറ്റേയാളിൽ നിങ്ങൾ ആദരിക്കുന്ന ഗുണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, പരാതികളിലല്ല. ഗുണങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ നല്ല ഗുണങ്ങൾ തുടർന്നും ലഭിക്കും. നിങ്ങളെ സംബന്ധിക്കുന്ന മനോഹരങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളിലെ ഒരു നല്ല കാര്യത്തെപ്പറ്റി നീണ്ടു നിൽക്കുന്ന ഒരു ചിന്ത മനസ്സിൽ തുടങ്ങി വയ്ക്കുക. സമാനമായ കുറേ ചിന്തകളെ നിങ്ങൾക്ക് അയച്ചു തന്നുകൊണ്ട് ആകർഷണ നിയമം പ്രതികരിക്കും. നിങ്ങളിലെ നല്ല വശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്